ഹലോ മക്കളെ, കീം എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മാത്സിലെ എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും 4 അല്ല 5 ചോദ്യങ്ങൾ വെച്ച് ചോദിക്കാറുണ്ട് കീം എക്സാമിന്. സോ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം തന്നെ അല്ലേ. സോ അപ്പോൾ ഓരോ ചാപ്റ്ററിലെയും ഷോർട്ട് കട്ടുകൾ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ഷോർട്ട് കട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് അറിയാം, മോഡ്, മീഡിയന്, മീന്, അതുപോലെ തന്നെ റേഞ്ച്, അങ്ങനെ കുറേ കാര്യങ്ങൾ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയേഷൻ, വേരിയൻസ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഒരു പ്രത്യേക തരം കേസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ മക്കളെ, ഈ ഒരു കേസ് വായിച്ചു നോക്കി. If the arithmetic mean of x1, x2, etc. xn എന്ന് പറഞ്ഞാൽ x bar ആണ്. നമ്മുടെ കയ്യിൽ n ടേംസ് ഉണ്ട് അല്ലെ, x1 to xn വരെ. സോ അതിന്റെ മീൻ എന്ന് പറയുന്നത് x bar ആണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഓരോ ടേമിനെയും ഞാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചോ, ആൽഫ എന്ന് എടുക്കുകയാണ്. സോ ആൽഫനെ നമ്മൾ x1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, x2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ എല്ലാ xn വരെയുള്ള എല്ലാ നമ്പേഴ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആൽഫനെ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര് സ്കെയിലിംഗ് എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഓരോ ടേമിന്റെ കൂടെയും നമ്മളൊരു കോൺസ്റ്റന്റ് നമ്മൾ ആഡ് ചെയ്തു എന്ന് വെച്ചോ. സോ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് ഷിഫ്റ്റിംഗ് എന്നാണ്. സോ സ്കെയിലിംഗും ഷിഫ്റ്റിംഗും നടക്കുന്നു എന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ കാണിക്കാം. ഇവിടെ x1, അതേപോലെ തന്നെ x2, x1, then x2, then x3 അപ് ടു xn വരെയാണ് നമ്മളുടെ ടേം എങ്കിൽ ഞാൻ സ്കെയിലിംഗ് ചെയ്യുമ്പോൾ, അപ്പൊ ഇപ്പൊ ഇതിന്റെ ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് x ബാർ ആണെങ്കിൽ നമ്മൾ സ്കെയിലിംഗ് ചെയ്തു എന്ന് വെച്ചോ, ആൽഫ x1, ആൽഫ x2, ആൽഫ x3 ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ ആൽഫ xn വരെ നമ്മൾ ചെയ്താൽ, സോ ഇതിന്റെ മീൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താവും, ആൽഫ ഇൻറ്റു x ബാർ ആണ്. അതേപോലെ തന്നെ ഇനി നമ്മൾ ഷിഫ്റ്റിംഗ് ചെയ്തു എന്ന് കരുതുക. ഓക്കെ, ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആൽഫ x1, അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ കൂടെ ഒരു ബീറ്റ കോൺസ്റ്റന്റ് ഞാൻ ആഡ് ചെയ്തു. ദെൻ ആൽഫ x2, അതിൻ്റെ കൂടെ ഞാൻ ബീറ്റ ആഡ് ചെയ്തു. അങ്ങനെ വന്ന് ആൽഫ xn പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ ബീറ്റ ആഡ് ചെയ്താൽ ഇപ്പൊ നമ്മുടെ മീൻ എന്താകും, ആൽഫ x ബാർ പ്ലസ് ബീറ്റ എന്നായിരിക്കും നമ്മുടെ മീൻ വരുന്നത്. ക്ലിയർ ആണല്ലോ. സോ ഈ ഒരു കേസ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ പുതിയ മീൻ എന്ന് പറഞ്ഞപ്പോൾ എന്താവും, സ്കെയിലിംഗിനും ഷിഫ്റ്റിംഗിനും ശേഷം എങ്ങനെ കിട്ടും, ആൽഫ x ബാർ പ്ലസ് ബീറ്റ എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു കേസ് നമുക്ക് നോക്കാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ വേരിയൻസിന്റെ കേസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമുക്ക് x1, x2, etc. xn എന്ന് പറയുന്ന ഡേറ്റയുടെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലെ. ദെൻ ഇനി വേരിയൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ സ്കെയിലിംഗും ഷിഫ്റ്റിംഗും ചെയ്യാമെന്ന് വിചാരിച്ചോ. ഈ ഡേറ്റ എല്ലാം നമ്മൾ സ്കെയിലിംഗും ഷിഫ്റ്റിംഗും ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ തന്നിരിക്കുന്ന ഡേറ്റനെ ആൽഫ കൊണ്ട് ടോട്ടലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഡേറ്റനെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ബീറ്റ കൊണ്ട് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, സ്കെയിലിംഗും ഷിഫ്റ്റിംഗും ചെയ്യുന്ന സമയത്ത്. സോ സ്കെയിലിംഗിനും ഷിഫ്റ്റിംഗിനും ശേഷം നമ്മുടെ പുതിയ വേരിയൻസ് എന്താകും എന്നാണ് നോക്കുന്നത്. സോ വേരിയൻസ് പുതിയത് എന്തായിരിക്കും വരുന്നത് നോക്കിക്കേ, സിഗ്മ വൈ സ്ക്വയർ ഈക്വൽ ടു ആൽഫ സ്ക്വയർ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എന്നാണ്. അതായത് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്, നമ്മൾ സ്കെയിലിംഗും ഷിഫ്റ്റിംഗും വേരിയൻസിന്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യുന്ന കേസിൽ ഒരിക്കലും ഷിഫ്റ്റിംഗ് എന്ത് ചെയ്യുന്നില്ല, ഇതിനെ എഫക്ട് ചെയ്യുന്നില്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ അരിത്തമെറ്റിക് മീനിന്റെ കേസിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സ്കെയിലിംഗും ഷിഫ്റ്റിംഗും കൊടുത്താൽ നമ്മളുടെ ടോട്ടൽ മീനിനകത്ത് സ്കെയിലിംഗും ഷിഫ്റ്റിംഗും അഫക്ട് ചെയ്തുള്ളൂ. പക്ഷേ ഈ കേസിൽ എന്താണ്, വേരിയൻസിന്റെ കേസിൽ നമുക്ക് ഷിഫ്റ്റിംഗ് ഒരിക്കലും അഫക്ട് ചെയ്യുന്നില്ല, സ്കെയിലിംഗ് മാത്രമേ അഫക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഏത് നമ്പർ വെച്ചാണോ നിങ്ങൾ സ്കെയിൽ ചെയ്തത് ആ നമ്പറിന്റെ സ്ക്വയറിനെ നിങ്ങൾ പഴയ വേരിയൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പുതിയ വേരിയൻസ് കിട്ടും. അവിടെ നിങ്ങൾ ഷിഫ്റ്റിംഗ് ചെയ്തതിനകത്ത് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഇനി ഇതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ വൈ ആണ്. അത് നമ്മൾ മോഡുലസ് ഓഫ് ആൽഫ ദെൻ സിഗ്മ എക്സ് സ്ക്വയർ നിർത്താൽ മതി. ക്ലിയർ ആണല്ലോ മക്കളെ, റെഡി അല്ലേ? സോ അങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഒരു ചോദ്യം, 2011 കീം എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. സോ ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇഫ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ വേരിയൻസ് ആണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ തന്നിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തിന്റെ, ഈ ഡേറ്റന്റെ അല്ലെ, ഇത്രയും വലിയൊരു ഡേറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്ര തന്നിരിക്കുന്നത്, 2.71 എന്നാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദിസ് ഡേറ്റ. അപ്പൊ നിങ്ങൾ എന്താ ഒബ്സർവ് ചെയ്യേണ്ടത്, അതായത് ഈ ഡേറ്റനെ എല്ലാം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഡേറ്റയാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അതായത് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്, ഈ ഡേറ്റനെ നമ്മൾ സ്കെയിലിംഗ് ചെയ്തിരിക്കുകയാണ്. എന്ത് വെച്ചിട്ട്, 10 വെച്ചിട്ട്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം സ്കെയിലിംഗ് അഫക്ട് ചെയ്യും. സ്കെയിലിംഗ് അഫക്ട് ചെയ്യുമെങ്കിൽ നമുക്ക് പുതിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ വൈനെ നമുക്ക് എങ്ങനെ ചെയ്യാം, എന്ത് വെച്ചിട്ടാണോ നിങ്ങൾ സ്കെയിൽ ചെയ്തത് അത് ഇൻറ്റു പഴയ
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പഴയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? 2.71. സോ നമുക്ക് എത്ര കിട്ടും? 27.1 എന്നായിരിക്കും നമ്മളുടെ ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പം ഇനി ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് പകരം വേരിയൻസ് ആണെങ്കിൽ എന്ത് ചെയ്തേനെ? നിങ്ങൾ ഈ 10 സ്ക്വയർ കൊണ്ട് വേണമായിരുന്നു എന്ത് ചെയ്യാനായിട്ട്? നിങ്ങൾ പഴയ വേരിയൻസിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ മക്കളെ? സോ ഇതാണ് ഇതിനകത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. അതായത് അരിത്തമെറ്റിക് മീനിന്റെ കോൺസെപ്റ്റും അതേപോലെ തന്നെ വേരിയൻസിന്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെയും കോൺസെപ്റ്റ് ഈ ഒരു സ്കെയിലിംഗ് ഷിഫ്റ്റിംഗ് വെച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമാണിത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. മീൻ ഓഫ് 10 ഒബ്സർവേഷൻ ഈസ് 15 നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് ആൻഡ് ദെയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 10 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. റെഡി ആണല്ലോ? സോ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? എക്സ് ബാർ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, 15 തന്നിട്ടുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നിരിക്കുന്നത്, സിഗ്മ എക്സ് ആണ് 10 കേട്ടോ. സിഗ്മ സ്ക്വയർ എടുത്താൽ അതെന്താവും? വേരിയൻസ് ആയി പോകും. ദെൻ എന്നിട്ട് എന്താ പറയുന്നത്? ഈച്ച് ഒബ്സർവേഷൻ ഈസ് സബ്ട്രാക്റ്റഡ് ബൈ 5. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ y i എന്ന് പുതിയ ടൈമിനെ നമ്മൾ എടുത്താൽ അതിൽ ഓരോ ടൈമിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? xi - 5 നമ്മൾ എന്ത് ചെയ്തു? ഷിഫ്റ്റിംഗ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു? ആൻഡ് ദെൻ ഡിവൈഡഡ് ബൈ 4 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്തു. അതായത് ഈ ടൈമിനെ നമ്മൾ എന്ത് ചെയ്തു? 1/4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് ഉദ്ദേശിച്ചാൽ മതി. സോ അങ്ങനെയാണ് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? xi/4 - 5/4 എന്ന് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ പുതിയ മീൻ എന്തായിട്ട് കിട്ടും? y ബാർ എന്തായിട്ട് കിട്ടും മക്കളെ? നമുക്കറിയാം x/4 - 5/4 എന്ന് കിട്ടും. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? പുതിയ മീന് y ബാർ ഈക്വൽ ടു എക്സ് ബാർ എന്താണ്? പഴയ മീന് 50 ആണ്. സോ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും? 50/4 - 5/4 എന്ന് പറയുമ്പോൾ നമുക്ക് 45/4 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 11.25 എന്ന് പറയുന്നതാണ് നമ്മളുടെ പുതിയ മീൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പുതിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. പുതിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ y ഈക്വൽ ടു മോഡുലസ് ഓഫ് ആൽഫ ഇൻറ്റു സിഗ്മ എക്സ് ആണ്. സോ ഇവിടെ നമ്മൾ സ്കെയിലിംഗ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാ? 1/4 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 1/4 ആണല്ലോ. സോ അപ്പൊ 1/4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ? അപ്പൊ സ്കെയിലിംഗ് ചെയ്തിരിക്കുന്നത് ഇവിടെ എന്താണ്? 1/4 ആണ്. ആൻഡ് പഴയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ എന്താണ്? 10 തന്നിട്ടുണ്ട്. സോ നമുക്ക് എത്ര കിട്ടും? 10/4 എന്നാണ് കിട്ടുന്നത്. സോ നമുക്കത് 5/2 എന്ന് കിട്ടും. സോ നമ്മുടെ ഫൈനൽ ആൻസർ എത്ര കിട്ടും? 2.5 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ? ഈ ഒരു സ്കെയിൽ ചെയ്തതിന്റെ സ്ക്വയർ കൊണ്ട് നമ്മൾ പഴയ വേരിയൻസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം പുതിയ വേരിയൻസ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ അല്ലേ മക്കളെ? സോ ഇപ്പൊ ഇതാണ് നമ്മളുടെ ആൻസർ 2.5. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു ഷോർട്ട് കട്ട് എല്ലാവരും മനസ്സിലാക്കി വെക്കുക. നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നോർമൽ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആയി പോകും. സോ ഈ ഷോർട്ട് കട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾ ദി ബെസ്റ്റ്.